പ്രിയപ്പെട്ടവരെ നമസ്കാരം. സാധാരണ ഈ സമയത്ത് ഞാൻ നല്ല ഉറക്കമുറങ്ങണതാണ്. ഇപ്പം സമയം 6 മണി. ഇന്ന് 5:30 എണീറ്റു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ ജഗ്ഗുവിന് സ്കൂള് തുറക്കാണ്. അവന് 7:45 അല്ലേ 8:30 8:45 അവിടെ എത്തണം. അപ്പോൾ 8 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം. 8 മണിക്ക് മുന്നേ ഇറങ്ങണം. ബസ് കയറിയിട്ടൊക്കെയല്ലേ പോവുക. അപ്പോൾ തിരക്കും റോഡിൽ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ 8 മണിക്ക് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണം. ബസ്സിലാണ് പോണത്. സാധാരണ നമ്മുടെ ബസ്സില്ലേ കൊണ്ടുവന്നാക്കല്ല ചെയ്യണേ. അപ്പം അതുകൊണ്ട് ഇന്ന് മുതൽ അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളൊരു എന്നിട്ട് പറയാ ഒരു കുത്തഴിഞ്ഞ ജീവിതം, കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. എന്ന് വിചാരിച്ചാൽ കുടി വലിയൊന്നല്ല കേട്ടാ. കാലത്ത് എണീക്കുമ്പോൾ 6 മണി 7 മണി എന്തുടനെ അപ്പം നേരത്തെ എണീറ്റിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള നേരത്തെ ഫുഡൊന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇന്ന് മുതൽ അത് പറ്റില്ല. അപ്പോൾ ഇന്ന് തൊട്ട് ഇനി നേരത്തെ എണീറ്റേ പറ്റൂ. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് പൊതിച്ചോറും കൂടിയും കൊടുക്കുക. അവർ ഇന്നലെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വെക്കൽ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ എണീറ്റാലത്തെ പണി അതിപ്പോൾ ഏത് സമയത്തായാലും എന്തുട്ടാ പണി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലത്തെ ഇറയുണ്ട്. നമ്മുടെ ഈ ബാക്കിലത്തെ ഇറയ അടിച്ച് തുടയ്ക്കുക എന്നുള്ളതാണ്. കാരണം പട്ടികൾ ചിലപ്പോൾ അവർ കയറി നടന്നുണ്ടാവുമല്ലോ, അത് കാരണം. അപ്പം അത് അടിച്ച് ഞാൻ തുടച്ചു. അപ്പം നമ്മുടെ പട്ടികൾ ഇനി പൂട്ടണം. എന്നിട്ട് ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ട് അടിച്ച് തുടയ്ക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിറയെ ഇവരുകൾ എങ്ങനെയായാലും കയറിയുണ്ട്. അപ്പോൾ രോമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇറങ്ങലും കയറലും നടക്കലാവുമ്പോൾ അതൊക്കെ ചവിട്ടി നമ്മൾ അകത്തി കയറ്റേ. അപ്പം അതൊരാദ്യം തന്നെ ഞാൻ അതാ ചെയ്യാറ്. അപ്പം നോക്കിയേ, 2 പേരെ എവിടെ കിടക്കണമെന്ന് നോക്കിയേ. ഇപ്പം ഷൂട്ട് ചെയ്യണ കാരണം ഉണ്ടാ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ഈരി കെട്ടിയാണത്. എല്ലാം ചെയ്യും പൂപ്പറ ഇതിൽ നിൽക്കണ്ടാവുക. ഇമ്രാന്റെ കെടുപ്പാ അവിടെ. ഇവന്റെ കെടുപ്പ് നോക്ക്. ഒരിക്കലും സംഭവിക്കാത്ത ആളാണ് കേട്ടാ. ഇവിടേക്ക് 2 പേര് ഇതിൽ കേറാറില്ല. കേറാൻ അവർക്ക് അനുവാദമില്ല. ഇന്നിപ്പോ എന്ത് പറ്റിയെന്നറിയില്ല. ഞാൻ കസാര ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ മറന്നു. ആ ചവിട്ടിയില്ലേ, ആ ചവിട്ടിയെടുത്ത് മാറ്റാനും മറന്നു. അപ്പോൾ അതിന്റെ സംഭവമാണ്, പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടും ബാക്കിലത്തതും അടിച്ച് തുടക്കണതിൻ്റെ ഒപ്പം ഇതും കൂടി തുടക്കൂട്ടാ. ഇത് ഒരുമിച്ച് അങ്ങോട്ട് തുടച്ചിട്ടാണ് പോവാറ്. ഇനി പൂട്ടിക്ക് വരെ പൂട്ടി കഴിഞ്ഞിട്ട് ഇവിടേക്ക് അടിച്ച് തുടയ്ക്കാം. എന്നിട്ട് എൻ്റെ കൂട്ടാമ്പണികളിലേക്ക് ഞാൻ പോവും. അപ്പോൾ അരിക്ക് ചോറിടാല. ദേ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളമായിട്ടുണ്ടാവും. അരി ഞാൻ കഴുകാം. ചേട്ടൻ എന്തായാലും പട്ടികളെ പൂട്ടിക്കോ. നമ്മൾ മട്ടരിയാണ് എടുക്കുന്നത് കേട്ടോ. സാധാരണ ആളുകൾ വെള്ളരി കുറേ പേര് എടുക്കാറുണ്ട്. വെള്ളരി ആകുമ്പോൾ ചോറ് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ വേറിട്ട് എടുക്കും. സദ്യകൾക്കൊക്കെ ചോറ് അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഞാൻ തോന്നുന്നില്ല പുതിയൊരു കലം വാങ്ങിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീൽ കലം വലുത്. വെള്ളം മറക്ക അരിക്ക് ഇടാനായിട്ട്. അത് ഇതുപോലെ പൊതിച്ചോറ് അല്ലെങ്കിൽ അധോലോകം അപ്പോഴൊക്കെ ഓർമ്മ വരുള്ളൂ. ആ സമയത്ത് ഓർമ്മ വരുള്ളൂ. അപ്പം വാങ്ങിക്കണം ഒരെണ്ണം പറയും, മറക്കും, പിന്നെ മറക്കും. നായക്കളെ പൂട്ടി ഇവിടെ വെടുപ്പാക്കണം. ഇന്ന് കസാര ഇനി ഇതിൽ വെക്കാൻ പാടില്ല. തരുതാ കസാര ഇവിടെ ഇടാറില്ലല്ലോ ചേട്ടൻ. അത് ഞാൻ ഇന്നലെ അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ മറന്നു എടുക്കാനായിട്ട്. സിറ്റ് ഔട്ടിൽ ഇപ്പോൾ ഒരു കസാര ഇട്ടിട്ട് അത് എടുത്ത് വയ്ക്കാൻ മറന്നോ ചാർലി അതുമല്ലാവും കിടന്നുറങ്ങാം. കാലത്ത് നമ്മൾ വാതിൽ തുറക്കുമ്പോൾ ആ കസാരമ്മ കിടക്കുന്നുണ്ടാവും. ആൾക്ക് കസാര കണ്ടെങ്കിൽ പിന്നെ നിലത്ത് കിടക്കാൻ ഇഷ്ടമില്ല. ഇപ്പൊ ഒരു നനവുണ്ടല്ലോ, നനവുള്ള സമയമായാലും അല്ലാത്ത സമയമായാലും അവന് കസാര കണ്ടു കഴിഞ്ഞാൽ പൊതിച്ചോറിലേക്ക് കൂട്ടാൻ വെക്കണത് എന്തിട്ടാന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. മോര് കറിയും കായും പയറുപ്പേരി ആണോ, ഉണക്കപ്പയറും കായും.
ഏയ് അല്ലല്ല വേറെന്തായിരുന്നു? എൻ്റെ ബലമായ സംശയം ഇത് രണ്ടും തന്നെയായിരുന്നു എന്നാ. മോര് കറി ഇത്തിരി കട്ടിയിൽ വെച്ചിട്ട് കുമ്പളങ്ങി മോരും വെച്ചു. പിന്നെ അപ്പം പയറടപ്പത്തിട്ടു കേട്ടാ. മോര് കറി വയ്ക്കാനായിട്ടുള്ള കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മഞ്ഞൾപ്പൊടി, ഇത് വലിയ പാത്രത്തിലായ കറി ഇവിടെ വയ്ക്കാൻ നല്ലത്. കുറച്ച് മുളക് പൊടി, കാരണം ഇവിടെ വലിയ അടുപ്പാണല്ലോ. പിന്നെ ഉപ്പ്, വേപ്പില, പച്ചമുളക്. ഒരുവിധം പേരൊക്കെ സാമ്പാറാ വെക്കുക. മറ്റേ സാമ്പാർ നമ്മൾ ഒരു വട്ടം വെച്ചു, എന്നിട്ട് നമുക്ക് അബദ്ധം മനസ്സിലായേ. സാമ്പാർ വെക്കുകയാണെങ്കിൽ ഒന്നുകിൽ വല്ല പാത്രത്തിലാക്കിയിട്ട് ചെപ്പിലാക്കി വെക്കണം, അല്ലെങ്കിൽ കവറിലാക്കി സീൽ ചെയ്ത് ലീക്കാവാത്ത വിധത്തിൽ വെക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാമ്പാർ കൂട്ടാൻ ഈ ഇലയിൽ ഒഴിച്ചിട്ട് പൊതിയുമ്പോഴേക്കും ഇലയൊക്കെ അത് പൊട്ടി അത് എന്താ പറയുക ഒലിക്കും. പിന്നെ വെള്ളം ഞാൻ ഇതിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. യൂണിഫോം ആ റൂമിൽ. ജഗ്ഗു സ്കൂളിൽ പോകാൻ തയ്യാറായിട്ട് തുടങ്ങി. കളവൻ തുടങ്ങി. നാളികേരം എത്ര എടുത്തുണ്ട്? പച്ചമുളക് ഇട്ടു. ഏത് ഈ കൂട്ടാനിക്കുന്നുണ്ടാ? കുമ്പളങ്ങ കൂട്ടാനിക്ക് അല്ല മത്തങ്ങ കൂട്ടാനിക്ക്. മോര് കറിയിലേക്കാ? എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല എന്തിനാന്ന് അറിയില്ല. ആ ജീരകം, നല്ല ജീരകം അത് കഴുകിയിട്ടുണ്ട്. ഇനി തൈര് ഒഴിക്കാൻ പോവാണ്. മിക്സിയിൽ അരച്ചു, കുമ്പളങ്ങ വെന്തു. ഇനി അരിക്ക് ചേർക്കാൻ പോകണേണ്ട സാധനം. അപ്പോൾ പലരും മോര് കൂട്ടാൻ വെക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരപ്പ് ചേർത്ത് തള വരനോടുകൂടി തീ ഓഫ് ചെയ്യും. ഞാൻ പക്ഷെ അങ്ങനെയല്ല ചെയ്യാറ്. കുറച്ചധികം സമയം തിളപ്പിച്ചൊന്ന് കുറുക്കി എടുക്കാറുണ്ട്, കാളം കുറുക്കണ പോലെ തന്നെ. അത്രയ്ക്ക് സമയം ഇട്ടാക്കില്ല. അപ്പോൾ തിളയ്ക്കുമ്പോൾ തൈര് പിരിഞ്ഞു പോവില്ലേ എന്നാണ് പലരുടെയും സംശയം. ഞാൻ ഒരു വട്ടം ഇത് കാണിച്ചപ്പോൾ കമൻസ് വന്നിരുന്നു അങ്ങനെ. നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അടിച്ചിട്ടുള്ളൂ, ആ തൈര് പോരാ പുളിക്കേ. അപ്പം ഞാൻ ബാക്കി തൈരും കൂടിയും അടിച്ച് ചേർക്കുന്നുണ്ട്. കലക്കി ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കും. ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൂട്ടാ. ഉപ്പിട്, കുറച്ച് ഉപ്പിട്ടു. ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ, എരിവൊക്കെ. എരിവുണ്ടാവും. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് കീറിയിട്ടുണ്ട്. പിന്നെ ആ ഇതിലിട്ടേക്കണ അരക്കണ മുളക് നല്ല അതിൽ രണ്ടടത്തില്ലേ, നല്ല എരിവത്. ചോറ് വെന്തുണ്ടാവൂട്ടാ. ജഗുവിന് ആദ്യം ചോറ് തീയേണ്ടി എടുക്കണം. എന്നിട്ട് നല്ല എരിവല്ല പാകത്തിന്. ഈ കൂട്ടം തിളച്ചു തുടങ്ങി. ജഗുവിന് കഴിക്കാനപ്പോ ദോശ. സാധാരണ കാലത്ത് കഞ്ഞി കുടിച്ചിട്ടാണ് സ്കൂളിൽ പോവാറ് കേട്ടോ. പക്ഷെ ഇപ്പൊ നേരത്തെ അല്ലേ, 9:15 ആയിട്ടാണ് മുന്നത്തെ സ്കൂളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ടെന്നുള്ളത്. തൊട്ടടുത്തല്ലേ സ്കൂള്. പക്ഷെ ഇപ്പോ തൃശ്ശൂർക്ക് എത്തണം. അപ്പോൾ 7:45 ഇറങ്ങണ്ടേ. അപ്പോൾ ഈ നേരത്ത് അവന് ഭക്ഷണം കഴിക്കാൻ തോന്നില്ലേ. പിന്നെ ഒന്നാമത്തേല് 8 മണി 9 മണിയായിട്ടല്ലേ ഇത്ര നാളെ എണീക്കാറ് തന്നെ. എങ്ങനെയാ ഭക്ഷണം കഴിക്കാന്ന് ചോദിക്കണത് എന്നോട് ഈ നേരത്ത്. സ്കൂളിൽ ചെന്ന് കുറച്ച് കഴിയുമ്പോഴോ വിശക്കുക. അതിന് 2 ദിവസം കഴിഞ്ഞ് ശരിയാവും. എന്തുട്ടാ അതിൻ്റെ മണം. ഇതൊക്കെ നമ്മളുണ്ടാക്കിയ നെയ്യാട്ടാ. നമ്മളുണ്ടാക്കിയ നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ
തൈര് ഉണ്ടാക്കാനായിട്ട് പാല് വാങ്ങിക്കും. 3-4 ലിറ്റർ പാല് വാങ്ങിച്ചിട്ടാണ് നമ്മൾ തൈര് ഉണ്ടാക്കാറ് എപ്പോഴും. കുറച്ച് ദിവസത്തേക്കുള്ള തൈര് ഉണ്ടാക്കി വെക്കും. ആ പാല് കുറേ സമയം തിളപ്പിച്ച് ഇതാക്കുമല്ലോ തൈര് ഉണ്ടാക്കണേലും പിന്നെ. അപ്പം ആ പാട എടുത്ത് അങ്ങനെ 1 കൊല്ലത്തോളം ഉള്ള പാല് വാങ്ങിച്ചിട്ട്, സ്ഥിരം പാല് വാങ്ങിക്കണില്ലല്ലോ ചായക്ക്, മിൽമ പാലല്ലേ വാങ്ങിക്കണേ. അതും കൂടിയും നമ്മൾ മറ്റേ പാല് വാങ്ങിക്കുകയാണെങ്കിൽ ചേട്ടാ ഇഷ്ടംപോലെ നെയ്യ്. അല്പം കഴിഞ്ഞാൽ കൂട്ടാൻ കാച്ചാം. നന്നായി ഒന്ന് തിളച്ചൊന്ന് കുറുകട്ടെ. മതി. ജഗുവിന് മസാല ദോശയാണ് കേട്ടാ. മസാല ഉണ്ടാക്കിയിട്ട് തരുക, പിന്നെ നമ്മുടെ ചട്നി ഉണ്ടാക്കിയിട്ട്. മസാലക്കറി ഉണ്ടാക്കണതും ചട്നി ഉണ്ടാക്കണതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടാ. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ആക്കി. സമയം കുറേ വേണ്ടി വരും, ഷൂട്ട് ചെയ്യാൻ ആളില്ല. അപ്പോൾ നീ കഴിച്ചോ. രണ്ടാമത്തെ വലിയ ദോശ. സാധാരണ ജഗു നന്നായി ദോശ കഴിക്കും, പക്ഷെ ഇന്നിപ്പോൾ 2 കഴിക്കാനേ പറ്റണുള്ളൂ എന്നാ പറയണേ. കഴിച്ചിട്ട് പറയുവാണെങ്കിൽ ഉണ്ടാക്കി തരാം കേട്ടാ. ഭയങ്കരമായൊരു കാറ്റ് വന്നു, കറണ്ട് പോയി. നല്ല ഭാഗ്യം, അതാ ഞാൻ പറയാൻ വന്നേ. നാളേരെ കരക്കൽ കഴിഞ്ഞത് ഭാഗ്യം. അപ്പൊ ഇത് കാച്ചാട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കണം. കൂച്ചാൻ പോണു, കാച്ചാൻ പോണു, കൂട്ടാൻ കാച്ചാൻ പോണു, അതിന് കൂച്ചാനായി. സാറില്ലേ ചേട്ടന് പറയുമ്പോൾ ആൾക്കാർ ക്ഷമിച്ചോളും. പിന്നെ നമ്മൾ ഇതുവരെ നമ്മൾ മീൻ വെച്ചിട്ടില്ല. ചാള ഇന്നലെ നന്നാക്കി ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇത് വറുത്തിട്ട് വെക്കാം. ഉലുവിട്ടു, വറ്റൽമുളക്, സത്യം പറഞ്ഞത് മോര് കൂട്ടാന്ന് പറയാനും പറ്റില്ല, എന്നാ കാളെന്ന് പറയാനും പറ്റില്ല. മോര് കൂട്ടാന്റെ പാകം കഴിയുകയും ചെയ്തു, കാളനിലേക്ക് എത്തിയൂലേ. അതിന്റെ ഇടയിലത്തെ ഒരു കൂട്ടാനാട്ടത്. ഇത് വേഗാക്കിയെന്ന് വെച്ചാൽ ഇവന് ചോറ് കൊണ്ടുപോകേണ്ട കാരണേ ജഗ്ഗുവിന് യൂണിഫോം ഒക്കെ ഇട്ട് വരുന്നുണ്ട്. ഇതാണ് ജഗ്ഗുവിന്റെ യൂണിഫോം. ജഗ്ഗു ഇങ്ങനെ ആദ്യത്തെ ദിവസം പോവാണ്, +1 ക്ലാസ് ഇന്ന് തുടങ്ങുകയാണ് കേട്ടാ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൂടി ഉണ്ടെന്ന് അറിയാം. ഇപ്രാവശ്യമാണ് ജഗ്ഗുവിന് 3-4 പ്രാവശ്യമാണ് പിറന്നാൾ ആശംസ കിട്ടിയത്. അപ്പോൾ ദേ ബാഗ്. ഇത് ജഗ്ഗുവിൻ്റെ പാപ്പൻ മേമയും സജീവന് രാഗി വാങ്ങിച്ചു കൊടുത്തതാണ് ജഗ്ഗുവിന് ബാഗ്. അവരുടെ ഗിഫ്റ്റാ. അപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ അവിടെ ചേട്ടൻ കൊണ്ടാക്കുക, അവിടെ നിന്ന് ബസ് കയറി പോവും. അതുപോലെ ഒരു ഭാഗ്യം ആർക്കുണ്ടാവുക ജഗ്ഗു. ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് എത്ര പേരാണ് അനുഗ്രഹിക്കണതും ആശീർവദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിനക്ക് വേണ്ടി. നന്നായി പഠിക്കണം കേട്ടാ. ചാള വറക്കാൻ വെച്ചിട്ടുണ്ട്. ആയി സെൻട്രലത്തേക്ക് ആയി. സെൻട്രലത്തിൽ എടുത്തിട്ട് ഈ അരുഭാഗത്ത് ഇങ്ങോട്ട് നീക്കാം. പിന്നെ ഇപ്പുറത്തതേ പയറ് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെന്തു. കായൊന്ന് വേവിച്ചിട്ട് പിന്നെ വീണ്ടും അതിലിട്ടിട്ട് നേന്ത്രക്കായ അരിഞ്ഞ് സ്വല്പം വെളിച്ചെണ്ണ കരുതി ഒഴിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ വേവട്ടെ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വന്നിട്ട് 2 പയറും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കാച്ചാം. നല്ല മൊരിഞ്ഞ ചാള.
ബാക്കിയുള്ള സെൻറ്ററിലേക്ക് ആക്കട്ടെ. അയില കിട്ടുമെന്ന് കേട്ട് പോയോ, പക്ഷെ ചാള കിട്ടിയുള്ളൂ അല്ലേ വറക്കാൻ. ആ 2 വീതം വെച്ച് കൊടുക്കാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചോറ് പൊതിച്ചോറുണ്ടല്ലോ, അത് നമ്മുടെ കോക്കൂന് കിട്ടിയിരുന്നു. ആ അവ വന്നിട്ട് പറഞ്ഞ് അവന് വയ്യാണ്ട്. അപ്പൊ വീഡിയോ കണ്ടപ്പോ കൂട്ടാനും ഉപ്പേരിയും നമ്മൾ പിന്നെ അന്ന് മുട്ട ഓംലെറ്റ് അങ്ങടെ വെച്ചത്. അപ്പൊ അതൊക്കെ കൂടി ഇപ്പൊ അവന് മനസ്സിലായി. അപ്പൊ അതിലൊരു പൊതിച്ചോറ് കഴിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതോ 2 കിളികൾ വന്നിട്ടുണ്ട്, ഇതുവരെ കേക്കാത്ത ശബ്ദം കണ്ട. അങ്ങനത്തെ ഒരു ശബ്ദമല്ലേ ഒരു കിളി. പയറ് ഞാൻ കായ ഇടാൻ പോണ്. വെന്ത കായ അരിക്ക് മിക്സ് ചെയ്യാൻ പോണ്. വെന്ത കായ നേന്ത്രക്കായ ചെരിഞ്ഞാൽ മതി. നിറഞ്ഞു കൂട്ടാൻ കയ്യിൽ പോരാ, വലിയ കയ്യിലെടുക്കട്ടെ. സരിത അങ്ങോട്ട് അടുപ്പം എടുത്ത് വെച്ചിട്ട് ആക്കി. നമ്മൾ ഈ ആദ്യം പണിയുമ്പോൾ ഹൈറ്റ് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടാനൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ കുറേയൊക്കെ ആകുമ്പോഴേ ഇളക്കുമ്പോഴേ കറണ്ട് വരും പോവും. കറണ്ട് പോയി വീണ്ടും. ചുമന്നുള്ളി കൂട്ടാൻ കാച്ചാനായിട്ടേ ചുമന്നുള്ളി വെളുത്തുള്ളിയും 2-3 കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടേ ഞാൻ അമ്മിയമ്മ ചതച്ചിട്ട് വരാട്ടാ. കറണ്ട് പോയി നോക്കണ കാരണമായിട്ട് അവിടെ വന്നിട്ട് ചതക്കിട്ടാ. അല്ല അല്ലേ, ഞാൻ മറ്റേ ആ കുഞ്ഞ സ്ഥാനത്തിൽ ചതച്ചിട്ട് ഏത് കാലത്ത് കഴിയാനാ? പിന്നെ ചോപ്പറാണെങ്കിൽ നാശായി. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോപ്പറിലിട്ട് വലിച്ചിട്ട് ആക്കാറ്. നാശായിട്ട് വേറെ ഒരെണ്ണം വാങ്ങിച്ചു, അതും ശരിയാവുള്ളേ. കായ കൂട്ടാൻ കായും പയറും കാച്ചാൻ പോകണം കേട്ടാ. വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മുടെ കായും പയറും ഒരു കുഴമ്പ് പരുവത്തിലാട്ടാ. അതുതന്നെ ടേസ്റ്റ് കൂടുതലാവും. നല്ലോണം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ ഇട കാച്ചുന്നത്. ഇനി മിളക് കുത്തിപ്പൊടി. ഇൻവെർട്ടർ ഓഫ് ആവോ? ഇൻവെർട്ടർ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേക്ക് മൂത്തു ശരിയായിട്ടാ. ഉള്ളി മിളകൊക്കെ മൂത്തു. കറണ്ടും വന്നു. ഇതിൽക്കിടാം. അപ്പ തട്ടണം കായും പയറും. ഈ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കട്ടാ. കുറഞ്ഞ കാരണം ഡ്രൈ അല്ലല്ലോ. ചിലവർക്ക് ഇങ്ങനെ നല്ല ഉതിർന്ന് കിടക്കണ കൂട്ടാനാവും ഇഷ്ടമുണ്ടാവുക. സദ്യകൾക്കാണ്. കുറേ തരം ഉണ്ടാവില്ലോ. ചേട്ടന് ഇങ്ങനത്തെ കൂട്ടാൻ ഇഷ്ടം, കാരണം നമ്മളിങ്ങനെ വെക്കാറ് കേട്ടാ. നമ്മുടെ അതേ ടേസ്റ്റ് ഉള്ളവർക്കാണ് നമ്മുടെ പൊതിച്ചോറ് കിട്ടണമെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷെ ടേസ്റ്റ് കുറവൊന്നുമില്ല ഉണ്ടാവില്ല കേട്ടത്. പേപ്പറൊക്കെ വിരിച്ചു ശരിയാക്കാൻ. കുറേ കൂട്ടാണ്ടല്ലോ. നമ്മുടെ ഊണ് മേശമേ 10 പൊതിച്ചോറിൻ്റെ ഇതിൽ സെറ്റാക്കി. ഇലയിലാകുമ്പോൾ പൊട്ടണ്. അപ്പോൾ അതുകൊണ്ടാണ്. അല്ല ഇല ഇതിൻ്റെ മുകളിൽ ഇല ഇട്ടിട്ടേ. അത് ഇതല്ല,
അപ്പം നമ്മൾ സാധനങ്ങൾ കാണിച്ചു തരാം. വാ. ചോറ്, ഇതേ നമ്മുടെ കൂട്ടാൻ, ഈ കൂട്ടാൻ മോര് കൂട്ടാൻ, പിന്നെ നമ്മുടെ കായ പനിയ സെറ്റാക്കിയത്, പിന്നെ ചാള വറുത്തത്, നാരങ്ങ അച്ചാറ്, ഇത് പൊതിയാനായിട്ട് മീൻ പൊതിയാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ചൂടുണ്ടല്ലോ തരുതാൻ ഒരു കാര്യം ഇവിടെ നിന്നാണ്ട് വിളമ്പി തുടങ്ങാം കേട്ടോ. നമ്മൾ കുത്തരിയല്ല മട്ടരിയാണ് വയ്ക്കുന്നത് കേട്ടോ. കുത്തിരി അല്ല മട്ടരിയാണ്. അല്ല എന്താ പറയാ, വെള്ളരി അല്ല കുത്തരിയാണെന്ന് അതല്ല ഉദ്ദേശിച്ചത്. അതന്നെ ആദ്യം ഒരു റൗണ്ടല്ലേ അതിലിട്ട് വിട്ട് പോവാൻ വെച്ചിട്ടാ. ഇതിന്റെ അറ്റ എവിടെയാന്ന് കാണാണ്ടാ? എനിക്കറിയാം. പോവാ മേലെന്ന് എടുക്കട്ടെ ചേട്ടാ. ഇനി ചോറവിടെ ഉണ്ട് കേട്ടാ. കറണ്ടേ വരലും പോല. നമ്മൾ മൊത്തം 10 ചോറാണ് കൊടുക്കുന്നത് കേട്ടോ. 10 എല്ലാ പ്രാവശ്യം 10 ചോറിന് നമ്മൾ കൊടുക്കാറ്. കുറെ പേര് 1 ചോറ് 2 ചോറ് അങ്ങനെയൊക്കെ അല്ല ചേട്ടനൊക്കെ 4 എണ്ണാന്ന് കൊണ്ട് കൊടുക്കാം. കുറച്ച് ചോറ് കൂടി ഇടാം. വയ്ക്കാട്ടാ, ഇന്ന് ഇളക്കട്ടെ. സൂപ്പർ കൂടാനാണ് കേട്ടോ. സൈഡിലിട്ടാൽ മതി. തരുതാ ഈ സൈഡിലല്ലേ. എത്ര കിലോ തരണം? 3 കിലോ മതി. മതിയില്ലേ? നമ്മളെ പണിയെടുക്കുമ്പോൾ നമുക്ക് നല്ല വേഷത്തിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. എന്താ ചേട്ടൻ്റെ വേഷത്തിന് മോശം? സാധാരണ ചേട്ടൻ നിൽക്കണതിനേക്കാളും വൃത്തിയില്ല നിൽക്കണേ. നല്ല ബനിയനും നല്ല മുണ്ടും. നമ്മുടെ കായും പയറും ഇവിടെ നാരങ്ങ അച്ചാറ് ചൊടി കിട്ടാനായിട്ട്. ഇനി മീൻ വറുത്തത് ഇങ്ങനത്തെ പേപ്പറിൽ പൊതിഞ്ഞു വയ്ക്കും. അതിപ്പോൾ 2 എണ്ണം വീതം നമ്മൾ 2 ചാള വീതം നമ്മൾ ഇങ്ങനെ പൊതിയും. എന്നിട്ട് ചോറിൻ്റെ സൈഡിൽ വയ്ക്കും കേട്ടോ. ഈ ചോറിന് പൊതിയും. പൊതിയാണ് ഫസ്റ്റ് പൊതി. ഇതോടെ പൊതിയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ടാണ് പൊതിയാം. വാഴലയാകുമ്പോൾ ഞങ്ങൾ വാഴല കൊടുത്തോടണം ആദ്യം. അപ്പോൾ വാഴല കൊടുക്കുമ്പോൾ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. മീൻ ഇങ്ങനെ വയ്ക്കുന്നു കേട്ടോ. വാഴ ആകെ കീറി ചപ്പലി കുപ്പിളിയാവുക. നമ്മുടെ ഫസ്റ്റ് പൊതിച്ചോറ് ഇരിക്കട്ടെ. നമ്മുടെ പൊതിച്ചോറ് കൊടുക്കണം കേട്ടാ. ഒരു പെട്ടി കൊണ്ടുവന്നുണ്ട്. ശരിക്കും വെച്ചോ. കറണ്ട് വീണ്ടും പോയി. കറണ്ട് വരാ പോവാ. ഇപ്പോൾ കൂടുതൽ
അതുകൊണ്ട് 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 ആ അങ്ങോട്ട് പോവും തിരിഞ്ഞു ഇവിടത്തെ ഷൂട്ടിങ് കഴിയുമ്പോ അങ്ങോട്ട് പോകും. ആ ശരി ശരി. കറണ്ട് ഉണ്ട് കറണ്ട് വന്നാ ദേ പൂജാ റൂമില്. എന്താ അവിടെ? അവനാണ് നമ്മളെ ഈ പഴനിക്ക് കൊണ്ടുപോയത്. ആ ഓട്ടോറിക്ഷ പഠിപ്പില്ലേ അന്ന് പറഞ്ഞില്ലേ, അവന്റെ കാലുമ്പിലാണ് പണ്ട് ഈ മറ്റേ വട്ടൂർത്തിട്ട് മറ്റേ അന്തോണിയുടെ കാലുമേ തട്ടിയത്. അവനാണ് കരഞ്ഞത്. പൈപ്പിൽ വെള്ളം എടുക്കാൻ പോയിപ്പോ അമ്മണേച്ചിരി പിടിയേര അടച്ചിട്ടേ എന്റെ കയ്യിലൊരു ഓട്ടോറിക്ഷ ഓടിപ്പിനാൻ വണ്ണം കൂടിയാ. അവന്റെ കാലുമ്പിലാണ്, അല്ല അവനാണ് ഊർത്തിട്ട് മറ്റേ അന്തോണിയുടെ കാലുമ്പിൽ ഇടിച്ചത്. അതെന്താ ഇപ്പൊ പറയാഞ്ഞേ? അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ശരി, അപ്പോൾ എല്ലാവരും നന്നായി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങളും ഭക്ഷണം കഴിക്കട്ടെ.